السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. روي أن امرأة من بني إسرائيل جاءت إلى موسى عليه السلام فقالت يا رسول الله إني أذنبت ذنبا عظيما قد تبت منه إلى الله تعالى فادعوا الله أن يغفر لي ذنبي ويتوب علي. فقال لها موسى عليه السلام ما ذنبك؟ قالت يا نبي الله إني زنيت وولدت ولدا فقتلته. فقال لها موسى عليه السلام اخرجي يا فاجرة. ബനു ഇസ്രായേലിൽ പെട്ട ഒരു സ്ത്രീ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്ന് പറയുന്നു, മൂസാ നബിയെ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു അള്ളാഹുവിലേക്ക്. എൻ്റെ പാപം അള്ളാഹു പുറത്തു തരാൻ അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടണം, എൻ്റെ തൗബ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ പറയണം. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒമാ ദംബുക്ക്, നിന്റെ പാപം എന്താ പെണ്ണ്? കാലത്ത് മഹദി പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, യാ നബി അല്ലാഹ് ഇന്നി സനൈതു വവലത്തു വലദൻ ഫഖതൽതുഹു, ഞാൻ വ്യഭിചരിച്ചു, ഒരു കുഞ്ഞിന് ജന്മം നൽകി, ആ കുഞ്ഞിനെ ഞാൻ ക്രൂരമായി കൊന്നുകളഞ്ഞു. ഫഖാല ലഹാ മൂസ അലൈഹിസ്സലാം ഉഖ്റുജി യാ ഫാജിറ. മൂസാ നബി ആ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്ന് പുറത്തു പോ പെണ്ണേ. ലാ തൻസിലു നാറും മിനസ്സമാഇ ഫതുഹ്രിഖുനാ ബിശുമിക്, നിന്റെ ഈ അശുഭം, നിന്റെ ഈ തെറ്റ് കാരണം നീ എൻ്റെ സമീപത്ത് നിന്ന്, ആകാശലോകത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് എന്നെ കൂടെ നിന്റെ കൂടെ കരിച്ച് ഭസ്മമാക്കാതിരിക്കാൻ നീ എൻ്റെ സമീപത്ത് വിട്ട് പോകണമെന്ന് പറഞ്ഞു. ഫഖറജത് മിൻ ഇൻദിഹി മുൻകസിറത്തുൽ ഖൽബ്, ഹൃദയം വേദനിച്ചുകൊണ്ട് അവൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ സവിധത്തിൽ നിന്ന് വിട പറഞ്ഞു, വിട്ടുപിരിഞ്ഞു. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം വഖാൽ, ഉടനെ മൂസാ നബിൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മൂസാ നബിയെ, യാ മൂസ അർ-റബ്ബു തആല യഖൂലു ലക, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുന്നു, ലിമറദത്ത താഇബത യാ മൂസ, വൻ പാപം ചെയ്ത് പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് പശ്ചാത്താപ മനോഭാവത്തോടുകൂടെ നിങ്ങളുടെ സമീപത്തെത്തിയ പെണ്ണിനെ നിങ്ങൾ എന്തിനാണ് തിരിച്ചയച്ചത്? അമാ വജത്ത ശർറം മിൻഹ, അതിനേക്കാൾ വലിയ മോശം പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? കാല മൂസ, മൂസ അലൈഹിസ്സലാം ചോദിച്ചു, യാ ജിബ്രീൽ വമൻ ഹുവ ശർറു മിൻഹ, അവളേക്കാൾ, സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ക്രൂര കൊല നടത്തിയവളേക്കാൾ പാതകി ആരാണ്? കാല, അല്ലാഹു തആലാന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ പറഞ്ഞു, താരിഖു സ്വലാത്തി ആമിദൻ മുതഅമ്മിദ, മനഃപൂർവ്വം ഒരു കാരണവുമില്ലാതെ നിസ്കാരം ഒഴിവാക്കുന്നവരാണ് അവർ, ഇതിനേക്കാൾ വലിയ മോശക്കാരാണ് എന്ന് ജിബ്രീൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ വഹിയായി പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.